ഇയർ LLB കഴിഞ്ഞാലും പുറത്തേക്ക് പോകാനാണ് ഇവിടെ മിക്കവരും നോക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ +2 കഴിയുന്ന കുട്ടികളാണ് ഇപ്പോഴും പുറത്ത് വരും. അപ്പോൾ ഞങ്ങൾ പലരും LLM അത് കഴിഞ്ഞ് PhD വരെ പുറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു എനിക്ക് സങ്കടമുണ്ട്. എന്താ പറയാ, അല്ല ഞാനിപ്പോൾ വായിക്കുമ്പോൾ ഞാൻ വാട്ട് എവർ യു സേ, ഞാൻ ഇന്ത്യനാണ്, ഞാൻ ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞാൽ ഞാനൊരു മലയാളിയാണ്, ഇതെൻ്റെ നാടിൻ്റെ തലസ്ഥാനമാണ്. എനിക്ക് ഇത് വായിക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. 37% ഓൾ അണ്ടർ ഗ്രാജുവേറ്റ് സീറ്റ്സ് ആർ വേക്കൻറ്റ്. ആൻഡ് അതേ സമയത്ത് കുട്ടികൾ കർണാടകയിൽ എന്നോട് ചോദിച്ചിട്ട് മലയാളി കുട്ടികളുടെ പേരൻസ് ചോദിക്കുന്നു അവിടെ അഡ്മിഷൻ തരാൻ റെഫറൻസ് ലെറ്റർ തരൂ, റെക്കമെൻഡേഷൻ ലെറ്റർ. ഞാൻ എത്രയോ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതൊരു സിറ്റുവേഷൻ, അത് നമുക്ക് മാറ്റണം. അതിനെപ്പറ്റി ഞാനിപ്പോൾ കമൻറ്റ് ചെയ്താൽ എല്ലാവരും പറയുന്നത് രാഷ്ട്രീയമാണ്, ക്രിറ്റിസിസമാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. It is not a good situation today where children have to feel unsafe about going to college. അതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു, ട്രൂത്തായിട്ട് പറഞ്ഞു. എന്നോട് എത്രയോ പേരൻസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികൾ 12 കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കുട്ടീനെ ഗുരുഗ്രാം ആണെങ്കിൽ ഗുരുഗ്രാം, കർണാടക ആണെങ്കിൽ കർണാടക, അവിടെ അയക്കും. ഇവിടെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്, ബെസ്റ്റ് കോളേജസ് ഉണ്ട്. അതുകൊണ്ട് തൊഴിലിനെ പറ്റി എംപ്ലോയ്മെന്റ് ലിങ്ക് ഇത് ശരിയാണ്. നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഇക്കോണമിന്ന് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നില്ലെങ്കിൽ, കമ്പനി വന്നില്ലെങ്കിൽ, ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ, ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ ബാംഗ്ലൂരിൽ ഈ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വലിയ വലിയ ഗ്ലോബൽ സ്കെയിൽ ഫാക്ടറി ഇവിടെ എന്താ പറയാത്തത്? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ജോബ്സ് വിൽ ഫോളോ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ ഫോളോ ടാലന്റ്. അപ്പം എൻ്റെ വിഷൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു ടാലന്റ് ഹബ്ബാക്കുക. തിരുവനന്തപുരത്ത് വളരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ടാലന്റ് ഉണ്ട്. ടാലൻസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതൊരു അഡ്വാൻറ്റേജ് ആക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവൈറ്റ് ചെയ്യും. ഈ ഒരു ഫാക്ടറി, ബാംഗ്ലൂരിലെ ഒരു ഫാക്ടറി മാത്രം, ആപ്പിളിൻ്റെ ഒരു ഫാക്ടറിയാണ്, ഏറ്റവും വലിയ ഫാക്ടറി. Last year created employment opportunities of 1.3 lakhs. എത്ര? 1.3 lakhs. മനസ്സിലായില്ലേ? അതാണ് പുറത്തെല്ലാം നടക്കുന്നത്. അത് ഇവിടെയും കൊണ്ടുവരുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. ആൻഡ് ഹംബ്ലി ഐ എം സബ്മിറ്റിംഗ്, എനിക്ക് കഴിവുണ്ട്. All the ideologies of political parties are very well. My name is Prakash Puru. I am a student of Kerala Law Academy. My humble question is like all the political parties, they are talking about the welfare of the people. And when they propose the welfare, looks like they confronting each other. So my question is, in any point of time or any matter, all the parties, all the ideas, they concur on the same matter. It is not. I'll tell you, it is absolutely starkly different. അതാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ 5-ാം തീയതി വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ I took an oath. എൻ്റെ നരേറ്റീവ്, എൻ്റെ ഡിസ്കഷൻ, എന്ത് തെറി ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ പുരോഗതി, വികസനം, ഇൻവെസ്റ്റ്മെൻറ്റ്, തൊഴിൽ അല്ലാണ്ട് ഞാൻ ഒന്നും പറയും. ബിക്കോസ് എനിക്കറിയാം അതാണ് നമ്മുടെ ജീവിതത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ എനിക്കങ്ങനെ സ്കില്ലുണ്ട്, എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി എല്ലാം ഉണ്ട്, എനിക്ക് വായിക്കാൻ കഴിവുണ്ട്. ബട്ട് അതിൽ തന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഡെലിബറേറ്റ്ലി എല്ലാ ടൈമും ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടാകുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് എവിടെയോ പോകുന്നു. ഞാൻ പറഞ്ഞത് വിത്ത് ഹംബ്ലി സബ്മിറ്റ്, എലക്ഷൻസ് ആർ സപ്പോസ് ടു ബി അബൌട്ട് ഒരു റെഫറൻഡം അബൌട്ട് ഗവൺമെൻറ്റ്സ് പെർഫോമൻസ് ഓർ പൊളിറ്റിക്കൽ പാർട്ടീസ് പെർഫോമൻസ്. എന്തിൻ്റെ പെർഫോമൻസ്? എൻ്റെ ലൈഫിൽ എന്ത് ബെനിഫിറ്റ്, എൻ്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു, എൻ്റെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു, ഇതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു ആൻസർ തരണം. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ അപ്പൂപ്പൻ എന്താണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബ്രിങ് ദ ടോപ്പിക് ബാക്ക്. സോ എൻ്റെ ഹോപ്പ് ഇതാണ്, ഈ ക്യാമ്പയിൻ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്ത്, എനിക്ക് മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലറിയില്ല, നമ്മളൊരു ഹെൽത്തി ഡിബേറ്റ്. ഐ എം പ്രിപ്പയർഡ് ടു കൺസീഡ്. ഏതെങ്കിലും പാർട്ടീൻ്റെ കാൻഡിഡേറ്റ് പറഞ്ഞാൽ എൻ്റെ ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരത്ത്, എൻ്റെ പെർഫോമൻസ്, എൻ്റെ പാർട്ടീൻ്റെ പെർഫോമൻസ് ബെറ്റർ ദാൻ യുവേഴ്സ്, ഞാൻ ആദ്യത്തെ ആളായിരിക്കും വാക്ക് അവേ ഫ്രം.
ബട്ട് ഇൻ ദ റെക്കോർഡ് 10 കൊല്ലം one party got a opportunity from by the people to serve the country. ആ 2004-2014 അവരെന്ത് ചെയ്തു? 10 കൊല്ലം എൻ്റെ പാർട്ടി, എൻ്റെ ലീഡർ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, നരേന്ദ്രമോദി. 2014-2024 അദ്ദേഹം എന്ത് ചെയ്തു? എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? ഇവിടെ മൂന്നാമത്തെ ഐഡിയോളജി 8 കൊല്ലം ഇവിടെ രാജ്യം ചെയ്യുന്നു. അവർ എവിടുന്ന് പോയി, എങ്ങോട്ട് കൊണ്ടുപോയി, ഏത് സുപ്രീം കോടതിയിൽ ഇരുന്നിട്ടാണ് കടം വാങ്ങാൻ പെർമിഷൻ എടുക്കുന്നത്? സോ ഫാക്ട്സ് ആർ ഫാക്ട്സ്. ലെറ്റ് us debate, let us decide, let us discuss നമ്മുടെ ഫ്യൂച്ചർ ആരാണ് ഏറ്റവും ക്വാളിഫൈഡ് ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ആ ബേസിസിൽ എടുക്കുക. ഞാൻ എല്ലാവരും ഡിസൈഡ് ചെയ്തിട്ട് ഞാനാണ് നരേന്ദ്രമോദിയാണെന്ന് വെച്ചാൽ എനിക്ക് വോട്ട് തരിക. പിന്നെ മിസ്റ്റർ XYZ വിശ്വകോരനാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുക. മൂന്നാമത്തത് പിന്നെ എനിക്ക് കഴിവില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കണം, അദ്ദേഹത്തിന് കൊടുക്കുക. ഐ ഹാവ് നോ പ്രോബ്ലം. ബട്ട് ഈ ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത്, നമ്മളെല്ലാം എഡ്യൂക്കേറ്റഡ് ജനങ്ങളാണ്, ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് ആ ഇഷ്യൂവിനെ ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് നമ്മളെ ശരിക്കും ഒരു വികസിത് ഭാരതം ആക്കാൻ കഴിവുള്ള പെർഫോമൻസ് കാണിച്ചത് ആരാണ്, അതുകൊണ്ട് ആ ബേസിസിൽ അവരെ സപ്പോർട്ട് ചെയ്യും. AIIMS, as we know, why all the AIIMS in the northern states only, we expect a change always. So why AIIMS not in Kerala? It will be a drastic change in our state for the even in for the medical students, not only for the medical students, the location where it is, we have the discussion about the location, Kozhikode, and whether it should be into Question മനസ്സിലായി. ഞാൻ I'll give a counter measure. നിങ്ങൾ law students അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആർ കൺകറന്റ് സബ്ജക്ട്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് why no AIIMS എന്ന് പറഞ്ഞാൽ why no center of excellence in medicine in Kerala, why no center of excellence in medical? AIIMS ആണ് മാത്രം ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ് ഇസ് എ സെന്റർ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷൻ ഈസ് എ കൺകറന്റ് സബ്ജക്ട്. ആർക്കും പ്രൊഹിബിഷൻ ഇല്ല. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരോ, തമിഴ്നാടാണോ, കർണാടകയാണോ, കേരളയാണോ, ആർക്കും ഒരു പ്രൊഹിബിഷൻ ഇല്ല. ക്രിയേറ്റീവ് ആണോ, കുറച്ചൊരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് കൊണ്ടുവരാൻ ചെയ്തിട്ടില്ല. അപ്പോഴാണല്ലോ എയിംസ് വേണം എന്ന് പറഞ്ഞത്. യെസ്, ഐ അഗ്രി. തിരുവനന്തപുരത്ത് ഒരു എയിംസ് വരണം, എനിക്കൊരാഗ്രഹം. ഞാൻ അതിൻ്റെ ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് കൊണ്ടുവരാമെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും വലിയ സെഗ്മെന്റ് പോസ്റ്റ് കോവിഡ് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഈസ് വെൽനെസ് ആൻഡ് ഹെൽത്ത്. അതിനൊരു ഹബ്ബാക്കി തിരുവനന്തപുരത്ത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസ് ഹബ്ബാക്കി അതിൽ പ്രീമിയം ഹൈ ക്വാളിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ തിരുവനന്തപുരത്ത് വിഷയമുണ്ട്, അതിലൊരു പാട്ടുണ്ട്. എയിംസ് ആണോ ശ്രീ ചിത്ര തിരുനാളിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുകയാണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. വി ഷുഡ് നോട്ട് ചേസ് ബ്രാൻഡ്സ് ആൻഡ് ഗെറ്റ് ഇൻ ടു എ കോമ്പറ്റീഷൻ. അവർക്ക് അത് കിട്ടി, നമുക്കതും വേണം. നമുക്കത് ഉണ്ടാക്കാൻ പറ്റാത്ത. I come from a school of thinking. എനിക്ക് ആരുടെ ഒറിജിനൽ ഐഡിയ ഒന്നും വേണ്ട, നമുക്ക് ഒറിജിനൽ ഐഡിയ ഉണ്ടാക്കാൻ കഴിവുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തിനാ, why can't we make that a global institution? ആർഗ്യൂ ഇല്ല, I'm not arguing. അല്ല, നമുക്ക് we should be very determined. നമുക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ റിസർച്ച് ഇന്നോവേഷൻ കൊണ്ടുവരണം. ഞാൻ ഒരു റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോൾ I gave them an idea. AI and medicine, cancer, discovery of these medicines for these diseases, adellam artificial intelligence is going to play a big role, ഭയങ്കര റോൾ. അതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് interdisciplinary, legal കോളേജ്, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ക്രോസ് ഫങ്ഷണൽ interdisciplinary റിസർച്ച് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് അതിനൊരു ഫ്രെയിം വർക്ക് വേണം. അപ്പോൾ ഞാൻ എൻ്റെ റിക്വസ്റ്റ്, നമ്മളിങ്ങനെ വെറുതെ ചേസ് ചെയ്ത് അവിടെ കിട്ടി ഇവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ
ഒരു ബിലോ സ്റ്റാൻഡേർഡ്. We expect. അല്ല, ഐ പ്രോമിസ് യു വൺ തിങ്. I am here for 5 years. If you support me and everybody welcomes me for 5 years, ഈ narrative ഉണ്ടാവില്ല. We will transform Thiruvananthapuram once and for all.